കേരളത്തിൻ്റെ ഒരു ആരോഗ്യകരമായ കേരളത്തിൽ വയറിനെന്തോ പറ്റിയിട്ടുണ്ട്. ഏതോ വയറിനെന്തോ പറ്റിയിട്ടുണ്ട്. അവിടെ കണക്ഷൻ അങ്ങോട്ട് ഈ ബോക്സിലോട്ട് കേരളത്തിൻ്റെ ആരോഗ്യകരമായ ഒരവസ്ഥ പൊതുവെ പ്രകടിപ്പിക്കാൻ അതിടയായി എന്നുള്ളതാണ് കാണേണ്ടത്. അതാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് സുരക്ഷ വേണ്ട എന്ന് ഗവർണർ രാവിലെ പറഞ്ഞിട്ടാണ് ഈ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ഗവർണർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് അവരവരുടെ മനസ്സിൽ എന്താണെന്ന് പറയുകയില്ലല്ലോ. ഏതോ ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകുക. അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ നിയതമായ രീതിയിലുള്ള പ്രകടന രൂപങ്ങളാണ് ഉണ്ടാകുന്നത്, അനിയന്ത്രിതമായ കാര്യങ്ങളല്ല എന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നതാണ്. അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ല, ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത്. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലർ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത്. അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട്. അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തും കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റ് അനിയന്ത്രിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ? ഇനി നിങ്ങളിൽ ആരെങ്കിലും ചില കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യല്ലോ. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം അതൊന്ന് പ്രാവർത്തികമായി കിട്ടിയാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കണം. അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഊഹിച്ച് പറയേണ്ട കാര്യമല്ല.